10-12 വയസ്സിൻ്റെ അളവിലാണ് ഷർട്ട് കട്ട് ചെയ്യുന്നത്. ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഷർട്ടാണ്. ആദ്യമേ തന്നെ താഴത്തെ ഒരു 1.25 ഇഞ്ചാണ് തുണി എടുത്തിരിക്കുന്നത്. ആദ്യം ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ്. ആദ്യം സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക, ഒന്ന് ലെവൽ ചെയ്യാനായിട്ട്. അതിനുശേഷം മുകളിലോട്ട് തയ്യൽത്തുമ്പ് താഴ്ഭാഗം തൊട്ടാണ് മാർക്ക് ചെയ്യണത് ഷർട്ട്. അപ്പോൾ അതിന് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാനായിട്ട്, താഴ്ഭാഗത്ത് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാനായിട്ട് 1.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ചിൽ മടക്കി അടയ്ക്കാനുള്ള വീതി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ലൈനിലൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് മുകളിലോട്ട് 19 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി 19.5 ഇഞ്ചിൽ 19.5 ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബട്ടൺ ഹോളിനും ബട്ടൺ പിടിപ്പിക്കാനുമായിട്ട് ഇവിടെ നിന്നാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നത് കര ഉൾപ്പെടെ മാർക്ക് ചെയ്യുന്നത് കൊണ്ട് 2.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒന്ന് 2.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് 2.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് ഷോൾഡർ വരുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പാതി 6.5 ഇഞ്ചും അതിൻ്റെ ഒരു പോയിൻ്റ് കൂട്ടി 7 ഇഞ്ചിലാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിന് ശേഷമാണ് ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്ന് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ ഷോൾഡറിൻ്റെ 10-ൽ 1 ഭാഗമാണ്. അപ്പോൾ 13 ഇഞ്ച് ഷോൾഡർ ആകുമ്പോഴേക്കും അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 1.3 കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ ഒന്ന് സ്ലോപ്പ് കൊടുക്കാനായിട്ട് മാർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം ആം ഹോള് മാർക്ക് ചെയ്യാനായിട്ട് ആം ഹോള് വരുന്നത് 13 ഇഞ്ചാണ് ആം ഹോള് വരുന്നത്. അപ്പോൾ അതിൻ്റെ പാതി 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് ഒരു 2 പാർട്ടായതുകൊണ്ട് 1/2 ഇഞ്ച് ഉള്ളിലോട്ടാക്കി ആണ് മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ചാണ് ഷോൾഡർ എടുത്തത്. അപ്പോൾ താഴ്ഭാഗത്തൊരു 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുക. 7 ഇഞ്ചിൽ നിന്ന് 6.5 ഇഞ്ചിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെസ്റ്റിൻ്റെ വിത്ത് വരുന്നത് ചെസ്റ്റിൻ്റെ 4 വരുന്നത് 6.5 ഇഞ്ചാണ്. അതിൻ്റെ ഒപ്പം 2 ഇഞ്ച് കൂടി കൂട്ടി 8.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഷേപ്പിൻ്റെ ഭാഗം 13 ഇഞ്ചിൽ അല്ലെങ്കിൽ 13.5 ഇഞ്ചിലാണ് ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. അവിടെ മുകളിലെ ഭാഗത്ത് തന്നെ ഒരു 1/2 ഇഞ്ച് കുറച്ച് 8 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ താഴ്ഭാഗത്ത് മുകൾ ഭാഗത്ത് അളവ് തന്നെ 8.5 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ വിത്താണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ കഴുത്ത് വണ്ണത്തിൻ്റെ ഒപ്പം 1 കൂട്ടുക. അതിന് ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വേണം? 5-1 1 ഭാഗം ആണ്. നെക്കിൻ്റെ മൊത്തം വരുന്നത്
11.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടി 12.5 വരെ അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5 വരുന്നത്. 2.5 ഇഞ്ച് വിത്ത് മാർക്ക് ചെയ്ത് ലെങ്ത്ത് മാർക്ക് ചെയ്ത് ഒരു 4 ഇഞ്ച് കുറച്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യണത് നെക്കിൻ്റെ. അതിനുശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കറക്റ്റായിട്ട്. അതിനുശേഷം ഇതൊന്ന് കോർണറാക്കി കട്ട് ചെയ്യാനാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ബട്ടൺ ഹോളിൻ്റെ ഭാഗമാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പുറത്തെ ഭാഗത്തിന് മാർക്ക് ചെയ്യാത്തതുകൊണ്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് അതുപോലെ വീതിയുള്ള തുണി കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇട്ട് കട്ട് ചെയ്യാം. അതില്ലെങ്കിൽ അതിൻ്റെ അളവിന് മാത്രമായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്യണമായിരിക്കും നല്ലത്. ഇത് തുണി കൂടുതലുള്ളതുകൊണ്ട് ഇതുപോലെ തന്നെ ഇട്ടിട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ പടി മാർക്ക് ചെയ്തതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂടി കുറച്ച് വെക്കണം. പടി മാർക്ക് ചെയ്ത് 2.5 ഇഞ്ചിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി 3 ഇഞ്ചിലാക്കിക്കൊണ്ട് ഇതുപോലെ ഒന്ന് വയ്ക്കുക. 1/2 ഇഞ്ച് കുറച്ചിട്ട് വയ്ക്കണം. ഇതുപോലെ എല്ലായിടത്തും 1/2 ഇഞ്ച് തന്നെയാണെന്ന് നോട്ട് ചെയ്യണമെന്ന്. കറക്റ്റായിട്ട് 1/2 ഇഞ്ച് ഉണ്ടോയെന്ന് ഇതുപോലെ ഒന്ന് നോക്കിയിട്ട് എല്ലാ ഭാഗവും കുറച്ച് വെച്ചിരിക്കുന്നതാണ്. ഫ്രണ്ട് പാർട്ടിനേൽ ഒരു 1/2 ഇഞ്ച് കുറച്ചാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഷോൾഡർ പടി ഇല്ലാതെയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തു നിന്ന് 2 ഇഞ്ച് മുകളിലോട്ടാക്കി 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഷോൾഡറിൽ നിന്ന് അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ വിത്ത് ഫ്രണ്ട് പാർട്ടിൽ എടുത്ത പോലെ തന്നെ 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിത്ത്. നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തത് അത് തന്നെ ആണ് നെക്കിൻ്റെ ലെങ്ത്ത് ബാക്ക് പാർട്ടിൽ കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതിനുശേഷം ഒന്ന് റൗണ്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചതിന് ശേഷം ഷോൾഡറിൽ നിന്ന് 2 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡറിൽ നിന്ന് ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നെക്കിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഷോൾഡർ എത്രയാണോ ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡർ എത്രയാണുള്ളത് ആ അളവ് തന്നെ ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആം ഹോൾ വരക്കാനായിട്ട് ഫ്രണ്ട് പാർട്ട് 1/2 ഇഞ്ച് കുഴിച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ബാക്ക് പാർട്ട് 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. 7 ഇഞ്ച് ഷോൾഡർ ആണെങ്കിൽ 7 ഇഞ്ച് തന്നെ ആം ഹോൾ വീതി വരത്തക്ക രീതിയിൽ ഇടാം. അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴ്ഭാഗത്ത് ഒരു 4 ഇഞ്ച് കുറച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക.
ഇതുപോലെ ഒന്ന് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടുക. ഇവിടെ മടക്കി അടയ്ക്കാനായിട്ട് 1.5 ഇഞ്ചിലൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലീവിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചാണ് ലെങ്ത്ത്. 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടി 6 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നര ഇഞ്ച് ലൈനിൽ നിന്നാണ് 6 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കുഴിച്ചു വെട്ടാനായിട്ട് ആം ഹോൾ കുഴിച്ചു വെട്ടാനായിട്ട് 3 ഇഞ്ചോ ഒരു 2.25 ഇഞ്ചോ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം താഴ്ഭാഗത്ത് നമ്മൾ ഷർട്ടായതുകൊണ്ട് ലൂസ് ഉൾപ്പെടെ വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ ലൂസ് ഉൾപ്പെടെ 5 ഇഞ്ച് 5.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടി 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ചാണ് സ്ലീവിൽ തയ്യൽത്തുമ്പിടുന്നത്. അതിനുശേഷം അതുപോലെ ഇവിടെ നമ്മുടെ ആം ഹോൾ എത്രയാണോ മാർക്ക് ചെയ്തത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 6.5 ഇഞ്ച് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ആം ഹോളൊന്ന് സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് കിട്ടാനും കൂടി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടി കൊടുക്കുക. ഇതുപോലെ ഒന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മറ്റേ കോളർ മാർക്ക് ചെയ്യാനായിട്ട് കോളർ ഇതുപോലെ കോളർ സ്റ്റിഫിലാണ് മാർക്ക് ചെയ്യുന്നത്. സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് ഇതുപോലെ മുകൾ ഭാഗത്ത് 3 ഇഞ്ച് ഒറ്റ കോളറായിട്ടാണ് ഗേൾസിൻ്റെതായതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നത്. 3 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1.5 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് കോളർ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മൊത്തം അളവെടുത്തിട്ടാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. 5.5 ഒരു പോയിൻറ്റും ആണ് വരുന്നത്. അതൊന്ന് ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 5.5 ഒരു പോയിൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകൾ ഭാഗത്ത് 5.5 പോയിൻറ്റിൽ നിന്ന് 1 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴോട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗത്ത് നിന്ന് 4 ഇഞ്ച് കുറച്ച് മുകളിലോട്ടാക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ച് ഇതുപോലെ മുകളിലോട്ടാക്കി മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ലൈനിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കോളറൊന്ന് കട്ട് ചെയ്തെടുക്കുക.